സേമിയ പായസം തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ആവശ്യത്തിന് ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുന്തിരി ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് കോരി മാറ്റാവുന്നതാണ്. ഇതേ പാനിൽ തന്നെ ആവശ്യത്തിന് കാഷ്യൂസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി സെയിം പാനിൽ തന്നെ വെർമിസെല്ലി, അതായത് നമ്മുടെ സേമിയാണ് വറുത്തെടുക്കുന്നത്. 200 ഗ്രാം സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് കോരി മാറ്റുന്നത്. ലോ ഫ്ലെയിമിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിരിക്കുന്നത്. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് ചൂടായി വരുന്ന സമയത്താണ് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൈവിടാതെ ഇളക്കി പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം വറുത്തി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും പായസം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ പായസം ഓവർ കുക്കാവാണ്ട് നോക്കാം.